വയനാട് സുൽത്താൻ ബത്തേരിയിൽ പ്രിയങ്ക ഗാന്ധി എംപിയെ കാത്തിരുന്ന UDF നേതാക്കൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. MP വൈകിയതിലും സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ ഭാഗത്തെ മോശം അനുഭവമാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. റെസ്റ്റ് ഹൌസ് വരാന്തയിലേക്ക് പ്രവേശിച്ച നേതാക്കളെ സുരക്ഷാ ചുമതലയുള്ള ഓഫീസർ തടഞ്ഞെന്നാണ് നേതാക്കളുടെ ആരോപണം. ലിനറ്റ് വർഗീസ് ഉണ്ട് വിവരങ്ങളുമായി. ലിനറ്റ്, എന്താണ് വിശദാംശങ്ങൾ? അഖില, സുൽത്താൻ ബത്തേരി റെസ്റ്റ് ഹൌസിൽ ഇന്ന് ഉച്ചയോടുകൂടെ നേതാക്കളെ കാണുമെന്നാണ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചത്. ഇതേ തുടർന്ന് UDF അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഈ ഒരു റെസ്റ്റ് ഹൌസിൽ പ്രിയങ്ക ഗാന്ധിയെ കാത്തിരുന്നു. എന്നാൽ 12 മണി എത്തുമെന്നാണ് MP അറിയിച്ചിരുന്നത്. എന്നാൽ 2:30 ആയതോടെ ഇത് വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഈ ഗസ്റ്റ് ഹൗസിലേക്ക് കയറാൻ ശക്തമായ വെയിലും അതോടൊപ്പം പൊടിയുമായിരുന്നു. അതുകൊണ്ട് ഈ ഗസ്റ്റ് ഹൗസിലെ വരാന്തയിലേക്ക് കയറാൻ ശ്രമിച്ച ഈ ഒരു നേതാക്കന്മാരെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് ഈ ഒരു പ്രതിഷേധക്കാരെ ഈ ഒരു പ്രവർത്തകരെ ചൊടിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി പോലീസിൽ നിന്ന് നേരിട്ട അനുഭവവും അതോടൊപ്പം ഈ ഒരു വൈകിയതും ഒക്കെ തന്നെ പ്രശ്നമായതിനെ തുടർന്നാണ് ഈ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കാത്തിരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ഇതിനിടെ 15ഓളം നേതാക്കളാണ് ഇത്തരത്തിൽ ഇറങ്ങിപ്പോയത്. അതിനുശേഷം പിന്നീട് എത്തിയ പ്രിയങ്ക ഗാന്ധി ഈ ഒരു സുരക്ഷാ ജീവനക്കാരുമായി സംസാരിക്കുകയും അവർക്ക് താക്കീത് നൽകുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അഖില, ശരി, ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.